നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്ലെയർഡ് കുർത്തി കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഇത് പ്ലെയിന് 80 സെൻറ്റിമീറ്റർ, ലൈനിങ്ങും 80 സെൻറ്റിമീറ്റർ. ആദ്യം നമുക്ക് യോക്ക് ഭാഗം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ആദ്യം ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക. ഇത് വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കുക. ഫോൾഡ് ഭാഗം നമ്മുടെ വശത്തോട്ട് വരുന്ന വിധത്തിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ട ഷോൾഡർ 6.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ ആം ഹോളും 6.5 ഇഞ്ച്. നമ്മുടെ ചെസ്റ്റ് വരുന്നത് 10 ഇഞ്ച്, അതായത് 40ൻ്റെ 4/1 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കാം. നമ്മുടെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ച്. 15 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സ്ട്രെയിറ്റ് ലൈറ്റും കൊടുക്കുക. വേസ്റ്റ് വരുന്നത് 8.5 ഇഞ്ച്. ആ 8.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഈ ലൈനുകളൊക്കെ. ഇവിടെ നമുക്ക് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് റൗണ്ട് ഷേപ്പ് കൊടുക്കാം. നമുക്കിവിടെ 1.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട്. ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് താഴ്ത്തി ഫ്രണ്ട് ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കാം. ഒരു പീസൊന്ന് മാറ്റി വെക്കാം, ബാക്ക് പോർഷൻ. ഈ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഇനി നമുക്കിത് നല്ല തുണിയിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ബാക്ക് പോർഷൻ വെച്ചിട്ട് മാർക്ക് ചെയ്യുക.
ബാക്ക് പോർഷൻ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഇത് 2 മീറ്റർ തുണിയുണ്ട്. ഇതിൽ നമുക്ക് സ്ലീവിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്യാം. അതിങ്ങനെ വീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഇതേ രീതിയിലൊന്ന് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു 11 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. സ്ലീവിന് വേണ്ടി 11 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ഇത്രയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിന് വേണ്ടി നമുക്കിങ്ങനെ 4ആയിട്ടൊന്ന് മടക്കിയിടാം. ആദ്യം 2ആയിട്ട് മടക്കുക, വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. ഇത് ഓപ്പൺ സൈഡ്, ഇത് ഫോൾഡ് സൈഡ്. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ലീവ് റൗണ്ട് വരുന്നത് 10.25 ഇഞ്ച്. നമുക്ക് ഈ 10.25 ഇഞ്ച് വരുന്നിടത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് അകത്തോട്ട് മാറ്റി മാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ തയ്യൽ തുമ്പിനുള്ളത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഒരു കോർണറിലോട്ടൊരു ലൈൻ കൊടുക്കാം. നമ്മുടെ സ്ലീവ് റൗണ്ട് വരുന്നത് 5 ഇഞ്ച്. 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കാം. സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കാം. സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പീസ് ഇതിങ്ങനെ ആദ്യം രണ്ടായിട്ട് മടക്കാം. വീണ്ടും ഇത് ഒന്നുകൂടെ മടക്കാം. ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇറക്കം മാർക്ക് ചെയ്യാം. ലെങ്ത്ത് വേണ്ടത് 35 ഇഞ്ച്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് 36 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മുടെ ഈ യോക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ അതുപോലെ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി ബാക്കി നമുക്ക് എത്രയുണ്ടോ ബാക്കി നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 7 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 8 ഇഞ്ചിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്ക് ചെയ്തതും ഈ താഴെ നമ്മൾ മാർക്ക് ചെയ്തതുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തതിലൂടെ. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് വശത്തും ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. മൂന്നര ഇഞ്ചിൽ ഞാൻ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്, 4 ഇഞ്ച് ലെങ്ത്. ഇനി ഇതൊന്ന് സ്ക്വയർ ആക്കി കൊടുക്കാം, ഒരു ബോക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ ഭാഗത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് താഴോട്ട് മാറ്റി മാർക്ക് ചെയ്യാം. ചെറിയൊരു വി ഷേപ്പ് കൊടുക്കാം. റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. മാറിപ്പോകാതിരിക്കാൻ നമുക്കൊരു പിൻ കുത്തി കൊടുക്കാം. ഇനി ഒരു ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി ബാക്ക് നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇറക്കം ഒരു 4 ഇഞ്ചിൽ. ഇതൊരു ബോക്സ് ആക്കി എടുക്കാം. റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം. 1 ഇഞ്ച് വീതം നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങുമായിട്ട്. ഇനി നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാം. നെക്ക് ഇതുപോലെ പേപ്പർ പ്രസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷന് നമ്മൾ ലൈനിങ്ങിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടാം. നല്ല വശത്തോട്ട് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതൊരു ഡിസൈനായിട്ട് നെക്ക് കിട്ടും. ബാക്ക് പോർഷന് ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ റൗണ്ടിൽ തയ്ച്ചെടുത്തിട്ട് തിരിച്ചിടാം. അകത്തോട്ട് തിരിച്ചിട്ട് ഹെമ്മിങ് ചെയ്യാം. ഫ്രണ്ടും ബാക്കും നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഇങ്ങനെ ഇതേ രീതിയിൽ ഡിസൈൻ വരുന്ന വിധത്തിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ബാക്ക് നെക്ക് ഇങ്ങനെ അകത്തോട്ടിടുന്ന വിധത്തിൽ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നല്ല വശവും ഒരുപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഈ ബാക്ക് പീസ് ഇതുപോലെ നേരെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ഈ വശത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ഒരു 5 ഇഞ്ചിൽ ഞാൻ പ്ലെയിൻ തുണിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്ലീവ് ജോയിൻ ചെയ്യാം. ഇതേപോലെ ഇട്ടിട്ട് ഈ നല്ല വശം ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്ത് തുടങ്ങാം. 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ. രണ്ട് സ്ലീവും ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇത് സെൻറ്ററിൽ വരുന്നത് ഈ ഒരു പീസും സൈഡിൽ. ഈ 3 പീസും കൂടെ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ഇട്ടിട്ട് 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്യാം. ഈ പീസും ഇതുപോലെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് ബാക്കിൽ ഈ 3 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും. ഇനി നമുക്കിത് ഈ ഒരു പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാം. യോക്ക് പോർഷനുമായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു പീസ് സെയിം ഇങ്ങനെ വെച്ച് 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും. നമ്മുടെ ഈ യോക്ക് പോർഷനും ബോട്ടം പോർഷനും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷൻ, ഇത് ഫ്രണ്ട്. ഇനി നമുക്ക് ഈ 1.5 ഇഞ്ച് മാർജിൻ
1.5 ഇഞ്ച് മാർജിൻ ചെയ്തെടുത്തുകൂടെ നമുക്കിതൊന്ന് 2 വശവും ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു എൻ്റെ ഭാഗം താഴ്വശം എല്ലാം ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഇതൊരു 2.5 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇവിടെ ഒന്ന് 1/2 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.